വാശിയേറിയ പോരാട്ടം നടന്ന പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ഡീൽ ആരോപണം. കോൺഗ്രസ് ബി.ജെ.പി. വോട്ട് കച്ചവട ഡീലാണ് തന്റെ പരാജയത്തിന് കാരണമെന്ന് കെ.ബി. ഗണേഷ് കുമാർ ആരോപിച്ചു. അതേസമയം പരാജയത്തിന്റെ ജാള്യത മറയ്ക്കാനാണ് ഡീൽ ആരോപണം ഉന്നയിക്കുന്നതെന്ന് വോട്ടിന്റെ കണക്കുകൾ നിരത്തി നിയുക്ത എം.എൽ.എ. ജ്യോതികുമാർ ചാമക്കാലയും പറയുന്നു. വോട്ട് ചോർച്ച സംബന്ധിച്ച് പരസ്യ സംവാദത്തിന് കെ.ബി. ഗണേഷ് കുമാർ തയ്യാറാണോ എന്നും ജ്യോതികുമാർ ചാമക്കാലയുടെ വെല്ലുവിളി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ ഏറ്റവും അധികം ഉയർന്നു കേട്ട ഒരു പേരാണ്, ഒരു വാക്കാണ് ഡീൽ. തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണി ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ആ ഡീൽ എന്ന് പറയുന്ന ചർച്ച സജീവമായി തന്നെ തുടരുകയാണ്. പത്തനാപുരം മണ്ഡലത്തിലാണ് ഏറ്റവും വാശിയോടുകൂടിയുള്ള ഒരു പോരാട്ടം നടന്ന മണ്ഡലമാണ് പത്തനാപുരം. ആ പത്തനാപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ഡീൽ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കെ.ബി. ഗണേഷ് കുമാർ പറയുന്നത് UDF-ഉം BJP-യും തമ്മിലുള്ള ഒരു ഡീൽ പത്തനാപുരത്തുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് UDF സ്ഥാനാർത്ഥിയെ വിജയിച്ചത്. പത്തനാപുരത്ത് NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിക്ക് BJP-ക്കാർ വോട്ട് ചെയ്തില്ല എന്നുള്ളൊരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഭീമൻ രഘു മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് 13,000-ഓളം വോട്ടാണ് കിട്ടിയത്. BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നേടി. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിച്ച ജയിച്ച പാർലമെന്റ് ഇലക്ഷനിൽ 18,000 വോട്ട് BJP നേടി. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 22,000 വോട്ട് BJP നേടി. പക്ഷേ ഇവിടെ ഇപ്പോൾ നേടിയിരിക്കുന്നത് 7,000 വോട്ടേ ഉള്ളൂ. 7,030 വോട്ടേ ഉള്ളൂ. ബാക്കി ഇവിടെ പോയി. സമൂഹ മാധ്യമത്തിലൂടെ അദ്ദേഹം ആദ്യം ആ ഒരു ആരോപണം ഉന്നയിച്ചു. അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. മുഴുവൻ വോട്ടും BJP കോൺഗ്രസിന് കച്ചവടം നടത്തിയിരിക്കുകയാണ്. പണമാണോ പകരം ഡീലാണോ എന്നറിയില്ല. ഇവിടുത്തെ വോട്ടിന്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ BJPക്ക് വോട്ടില്ല. കെ.ബി. ഗണേഷ് കുമാറിന്റെ ഈ ആരോപണങ്ങളെ കണക്കുകൾ നിരത്തിയാണ് UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല khണ്ഡിക്കുന്നത്. ഓരോ വർഷവും 2016-ൽ UDF-ന് വോട്ട് കൂടിയ കണക്ക് പറയുന്നു, 2021-ൽ വോട്ട് കൂടിയ കണക്ക് പറയുന്നു, 2026 ആയപ്പോഴേക്കും വിജയത്തിലേക്ക് എത്തുന്ന തരത്തിൽ വോട്ട് കൂടിയിട്ടുണ്ട്. അതായത് 2016-ൽ 15,000 വോട്ടിന് കുറവായിരുന്നുവെങ്കിൽ 2026 ആയപ്പോഴേക്കും 17,000-ഓളം വോട്ടുകളുടെ ഒരു ലീഡിലേക്ക്, ഉയർച്ചയിലേക്ക് UDF-ന് എത്താൻ സാധിച്ചു. അത് BJP-യുടെ വോട്ട് കൊണ്ട് മാത്രമല്ല, കേരള കോൺഗ്രസ്സുകാരുടെയും അതുപോലെ തന്നെ CPM-കാരുടെയും CPI-ക്കാരുടെയും വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം, കെ.ബി. ഗണേഷ് കുമാറിനൊപ്പം അടുത്തു നിന്ന 10 പേരിൽ 2 പേർ തനിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ആരോപണം. തോൽവി മൂലം അദ്ദേഹത്തിന് ജലവിഭ്രാന്തി പിടിച്ചിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാർ, അദ്ദേഹത്തിന് ഈ തിരഞ്ഞെടുപ്പ് നയിച്ചവർ, അവരിൽ പരമപ്രധാനികളായ 2 പേർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് അവരെന്നെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിൽ നിന്നും എനിക്ക് വോട്ട് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ NDA-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് BJP-യുടെ സ്ഥാനാർത്ഥി ആയിരുന്നില്ല, മറിച്ച് 2020-യുടെ സ്ഥാനാർത്ഥിയായിരുന്നു മത്സരിച്ചിരുന്നത്. അത് ചക്ക അടയാളത്തിലാണ് മത്സരിച്ചിരുന്നത്. അതൊക്കെ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അപ്പോൾ ഒരു ഘടകം അത് തന്നെയാണ്. എന്തായാലും പത്തനാപുരത്ത് ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതേസമയം തന്നെ പത്തനാപുരത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നീക്കം കൂടി കേരള കോൺഗ്രസ് പിയുടെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിരിക്കുന്നു. പത്തനാപുരം നിയോജകമണ്ഡലത്തിലെ പ്രവർത്തകരുടെ കൺവെൻഷൻ, നേതാക്കളുടെ കൺവെൻഷൻ വിളിച്ചുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നടപടിയിലേക്കാണ് കെ.ബി. ഗണേഷ് കുമാർ പോകുന്നത്. ക്യാമറമാൻ ഷാനോസ് പരിദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.